ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഒരു പാനിപൂരി കഴിക്കാൻ പോയാലോ എന്ന സൈഷൻ്റെ ചോദ്യം കേട്ട ഉടനെ ഞങ്ങൾ ഇത് റെഡിയായി ദേശി സ്പൈസിലോട്ടാട്ടോ പോയത്. ഈ ആലിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് പറഞ്ഞ അവസ്ഥയായിരുന്നു എൻ്റെത്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സാധനം വായയ്ക്ക് വയ്യാത്തപ്പോൾ കഴിക്കാൻ പോവും വേണം. ഞാൻ കഴിച്ചിട്ടും ഉണ്ട് കേട്ടോ, അതും വേണം പറയാൻ. എൻ്റെ വായിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്ത് വന്നാലും എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും വേദന സഹിക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഇത് മാത്രമായിട്ട് ഒഴിവാക്കുന്ന വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിക്കാച്ച് പോയതാട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പാനിപൂരി ആയിരുന്നു. പാനിപൂരി എൻ്റെ അച്ഛന് അത്ര ഇഷ്ടമല്ല, പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എനിക്കും അമ്മയ്ക്കും സൈഷറിനുമാണ് കേട്ടോ ഇഷ്ടം. കാരണം എൻ്റെ അമ്മ പറയുന്നത് അമ്മ എൻ്റെ സിസ്റ്ററുടെ അടുത്തൊക്കെ പോയിട്ട് കഴിച്ചിട്ട് ശീലമായതുകൊണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോഴും അമ്മ അത് നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കനിമോള് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുക എന്നല്ലാണ്ട് അവൾ കഴിക്കുന്നത് കാണാനേ പറ്റില്ല. ഞാൻ ഇങ്ങനൊരു വായ വെച്ചു കൊടുത്തതല്ലാണ്ട് പിന്നീട് അവൾ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അതിൻ്റെ തോടിങ്ങനെ പൊളിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലാണ്ട് അവൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഒട്ടും അവൾക്ക് പുളി അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് കഴിക്കുന്നതെന്നുള്ളത് അല്ലേ. അടുത്ത ഡിഷ് ഇതേ സേവാപൂരി ആയിരുന്നു കേട്ടോ. അതും നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എൻ്റെ വായക്ക് ഈ പറഞ്ഞ പോലെ കഴിക്കുന്നു, കുറച്ചേ കഴിക്കാനും പറ്റുള്ളൂ. നല്ല റെസ്റ്റ് എടുത്തിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. കനിമോള് കണ്ടില്ലേ, നേരത്തെ കൊടുത്ത പാനിപ്പൂരിയും വെച്ച് ഇങ്ങനെ പാട്ടും പാടി ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കഴിപ്പിക്കാൻ നോക്കുന്നു. അവർ കഴിക്കുന്നില്ല. അവൾ പാട്ടിനിങ്ങനെ ഇരിക്കുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ സേവാപ്പൂരി ഇങ്ങനെ മെല്ലെ കഴിച്ച് തീർക്കാൻ നോക്കുന്ന പരിപാടിയാണ് കാണുന്നത്. അത് കഴിച്ച് ആ എരിവും സഹിച്ചതേ അടുത്ത ഐറ്റം നോക്കിയിരിക്കണം. അടുത്ത ഐറ്റം രഗഡ പാട്ടീസ് എന്ന് പറയുന്നതായിരുന്നേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതെങ്ങനെ തന്നെയാണോ ആ പേര് പ്രൊനൗൺസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. രഗഡ പാട്ടീസ് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ഞങ്ങളവിടെ പറഞ്ഞിരുന്നതും കേട്ടിരുന്നതും. അത് ട്രൈ ചെയ്തു. അത് നല്ല ഐറ്റമായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര എരിവൊന്നുമില്ല കേട്ടോ, നോർമലൊരിതാണ്. പക്ഷേ എനിക്ക് ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എരിച്ചിലും പുകച്ചിലൊക്കെ ആയിട്ടുള്ള എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റും. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് വടാപ്പാവ്. അതും കൂടി ഓർഡർ ചെയ്തു. സൈഷടം കഴിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ കണ്ടപ്പോൾ. പക്ഷേ ഞാൻ നിർബന്ധിച്ച് കഴിച്ചു നോക്കും, അതിൻ്റെ ടേസ്റ്റ് അറിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കനിമോള് കണ്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങി മെല്ലെ നൈസായി പുറത്തിറങ്ങി അവളവിടെ കളിച്ചുകൊണ്ട് നടക്കായിരുന്നു. അവൾക്ക് ആ വടാപ്പാവിൻ്റെ പുറത്തുണ്ടാവില്ലേ ഒരു കുഞ്ഞു പൊരി പോലത്തെ സാധനം, അത് കഴിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ട് അവിടെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സഹിച്ച് കഴിക്കുകയാണ്. ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും എൻ്റെ വായയുടെ അവസ്ഥ തന്നെയാണ് കേട്ടോ. അതിന് എരിവൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചോറൊക്കെ കഴിക്കണമല്ലോ എങ്ങനെയായാലും. അപ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ. ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഭേദമുണ്ടെന്ന് വേണം പറയാൻ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ആ ഒരു കഴിക്കൽ പരിപാടി തീർത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതെല്ലാം ഫിനിഷ് ചെയ്ത് പിന്നെ നേരെ ഇറങ്ങിയത് പാർക്കിലോട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറത്താണ് കേട്ടോ. അപ്പോൾ എന്നാലും ഈ തണുപ്പിലും കനിമോൾക്ക് പാർക്ക് കണ്ടപ്പോൾ വരണ്ട, അവിടെ കളിക്കണം എന്നായതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ സൈഷനും മോളും അവിടെയാണ്. ഞാനും അച്ഛനും അമ്മയും ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നടന്ന് നോക്കിയതാട്ടോ. അച്ഛൻ ഈ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, അച്ഛൻ പണ്ടത്തെ അറിയപ്പെടുന്ന നല്ലൊരു ഫുട്ബോൾ താരമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അതിൻ്റെ നൊസ്റ്റാൾജിയ അടിച്ച് അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നേ. പിന്നെ കാറ്റൊക്കെ അങ്ങനെ വല്ലാണ്ട് കൂടി തണുപ്പൊക്കെ കൂടുന്നു കണ്ടപ്പോൾ ഞങ്ങൾ പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങോട്ടേക്ക് മോളെടുത്ത് പോയി നോക്കിയതാ. പക്ഷെ അവൾ എന്തൊക്കെയായിട്ടും 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് എന്നും പറഞ്ഞ് അവൾ ലാസ്റ്റ് മിനിറ്റിൽ വെച്ചുള്ള കളികളിലായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയതേ വന്നിട്ടുണ്ടായിരുന്നു അവസാനം. പിന്നെ ഒട്ടും വഴിയിക്കാണ്ട് വേഗം ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. കാരണം അത്രയും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.